ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം എഫേസോ സഭ, പിന്നെ സ്മുർന സഭ, പിന്നെ പെർഗമോൻ സഭ, 4 തൊയ്ഥേര സഭ, 5-ാമത്തെ സഭ, 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ വെളിപ്പാട്. സർദിസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ദൈവം പറയുകയാണ്, നിന്റെ പേര് ജീവനുള്ളതാണ്, നീ സഭയാണ്, സർദീസിലെ സഭയാണ്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. പക്ഷേ ജീവനുള്ളതാണ് നിനക്ക് പേര്. നിന്നെക്കുറിച്ച് എല്ലാവർക്കും ധാരണ നീ ആത്മാവിൽ നിലനിൽക്കുന്നവനാണ്, ആത്മാവിൽ നല്ല ജീവനോട് ചൈതന്യത്തോടെ നിൽക്കുന്നവനാണ്. അതൊക്കെ പലരുടെയും ധാരണ. കുറ്റപ്പെടുത്തുന്നവർക്ക് പോലും, നമ്മെ കുറ്റം പറയുന്നവർക്ക് പോലും, നമ്മെ ചീത്ത വിളിക്കുന്നവർക്ക് പോലും ഉള്ളിലറിയാം നമുക്കൊരു ശുദ്ധ ഉദ്ദേശം ഉണ്ടെന്നൊക്കെ അറിയാം അവർക്ക്. പക്ഷെ അസൂയ കൊണ്ട് അവർ കുറ്റപ്പെടുത്തുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് പേരായി പോകുന്നു. നിന്നെ മറ്റുള്ളവർക്ക് ചില അഭിപ്രായം കൊണ്ട്, നല്ല അഭിപ്രായമുണ്ട്, പക്ഷേ നീ മരിച്ചവനാകുന്നു. വളരെ ഗൗരവമാണ്. ജീവനുള്ളവന് നിനക്ക് പേരുണ്ടായെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇന്ന് അനേകം ദൈവമക്കൾ, ഞാൻ ഭയത്തോട് പറയട്ടെ, അനേകം ദൈവമക്കൾ പേരിൽ വിശ്വാസികളാണ്, കൂട്ടായ്മക്കാരാണ്, ഫെലോഷിപ്പുകാരാണ്. അവർ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി ഭേദപ്പെട്ടവരാണ്, ആത്മീയം പഠിച്ചിട്ടുണ്ട്, ആത്മീയമായ വഴികൾ പോകുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു, ജീവനുള്ളതെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ആത്മാവ് മരിച്ചിരിക്കുകയാണ്, ആത്മാവ് മരിച്ചിരിക്കുന്നു. വളരെ ഗൗരവമായ കാര്യമാണ്, നിസ്സാരമായിട്ട് കാണരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തമ്മിൽ ചലിക്കുന്നില്ല. ഓർത്ത് നോക്കണം, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ടോ? ആ തീജ്വാലയുടെ ചൂടെൻ്റെ ഉള്ളത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ആത്മാവിൽ തീ ജ്വലിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവഹിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴെല്ലാം ക്രിസ്തുവിൻ്റെ ആ പ്രകാശരശ്മികളിനെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഒന്നും ചിന്തിക്കണം. നാം എല്ലാം ഓരോരോ ജോലികൾ ചെയ്യുന്നവരാണ്, ഓരോ ബന്ധപ്പാടുള്ളവരാണ്. ഈ ജോലി തിരക്കുകളുടെ ഇടയിൽ നാം എപ്പോഴും ക്രിസ്തുവിൽ ഏകാഗ്രമാണോ എൻ്റെ ഹൃദയം? ഒരു സെക്കൻഡെങ്കിലും മാറിപ്പോകുന്നുണ്ടോ? ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കോ ലോകത്തിൻ്റെ ബഹുലമായ കാര്യപരിപാടികളിലേക്കോ എൻ്റെ മനസ്സ് പായുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. അന്ന് വിശുദ്ധ മാതാവിന് പോലും അബദ്ധം പറ്റിപ്പോയി, കന്യമാതാവിന് പോലും അബദ്ധം പറ്റിപ്പോയി. യേശു കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ച് യാത്ര ചെയ്തു പോയി. ഊഹിച്ച്, എന്തൊരു അപകടമായിപ്പോയി. യേശു കൂടെ ഉണ്ടായിരിക്കുന്നു ഊഹിച്ച് കന്യമാതാവ് യാത്ര ചെയ്തു. യേശുവിനോട് 12 വയസ്സുള്ള യേശുവിനോട് കൂടെ യെരൂശലേം ദേവാലയത്തിൽ പോയതാണ്. അവിടെ വലിയ തിക്കും തിരക്കും, വലിയ തിരക്കാണ്. യേശു കൂടെയുണ്ട്, തിരിച്ചു പോരുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യേശു കൂടെ ഇല്ലെന്ന് മനസ്സിലായത്. ഊഹിച്ച് യാത്ര ചെയ്തു. ഒരു ദിവസം മുഴുവൻ യേശു കൂടെ ഉണ്ടായെന്ന് ഊഹിച്ച് യാത്ര ചെയ്തു. ഒരു കാരണവശാൽ ഊഹിച്ച് യാത്ര ചെയ്യരുത്. വളരെ സൂക്ഷിക്കണം. ഊഹിച്ച് യാത്ര ചെയ്ത് യേശു കൂടെ ഉണ്ട് എന്ന് ഊഹിച്ച് യാത്ര ചെയ്താൽ പോരാ, ഉണ്ടായെന്ന് ഉറപ്പ് വരുത്തണം. ഒരു ദിവസം അങ്ങനെ ലാപ്സായി പോയി, നഷ്ടപ്പെട്ടു പോയി, പാഴായിപ്പോയി ഒരു ദിവസം മുഴുവൻ. പിറ്റേ ദിവസം യേശു കൂടെ ഇല്ല എന്ന് അറിഞ്ഞപ്പോഴേക്കും പിന്നെ യേശുവിനെ അന്വേഷിക്കുകയാണ്. എവിടെ? ചാർച്ചക്കാരുടെ ഇടയിലും യാത്രക്കാരുടെ ഇടയിലൊക്കെ യേശു അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് ഒരു ദിവസം അങ്ങനെയും പോയി. ദിവസം 2. 3-ാം ദിവസം കന്യാമാതാവും യോസേഫ് പിതാവും കൂടെ നേരെ പുറകോട്ട് നടന്നു. എവിടെ വെച്ചാണ് യേശുവിനെ നഷ്ടപ്പെട്ടത്? യേശുവിനെ എവിടെ വെച്ചാണ് കൈമോശം വന്നു പോയത്? ആ പുറകോട്ട് നടന്ന് യെരൂശലേം ദേവാലയത്തിലെത്തി, യേശുവിനെ കണ്ടെത്തി. 3 ദിവസം ലാപ്സായിപ്പോയി, 3 ദിവസം നഷ്ടപ്പെട്ടു പോയി. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ പുറകോട്ട് നടക്കണം. എവിടെയാണ് യേശു നഷ്ടപ്പെട്ടു പോയത്? യേശുവായിട്ട് ഞാൻ പിരിഞ്ഞത് എവിടെ വെച്ചാണ്? വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടും, വ്യക്തമായ കാര്യങ്ങൾ കിട്ടും. വ്യക്തമായിട്ട് ഞാൻ എവിടെ വെച്ചാണ് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അല്പം പിരിഞ്ഞു പോയത്? ഒരുപക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്തത് മൂലമായിരിക്കാം. ഒരുപക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തെ ചോദ്യം ചെയ്തായിരിക്കാം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം പറയും ദൈവമക്കളെ ചോദ്യം ചെയ്തായിരിക്കാം. അല്ല, പുറമെ ചോദ്യം ചെയ്തില്ലെങ്കിലും ഉള്ളം അങ്ങനെ ഇണങ്ങാതെ പോയതായിരിക്കാം, ഉള്ളം അങ്ങനെ ചേർന്ന് വരാതെ പോയതായിരിക്കാം. ദൈവം പ്രവർത്തിച്ചു കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വഴിയിൽ കൂടി പ്രവർത്തിച്ചു കൊള്ളട്ടെ. നാം അതിനെക്കുറിച്ച് ചിന്തിക്കണം. കർത്താവേ, ഞാൻ എപ്പോഴും അവൈലബിളാണ്, എപ്പോൾ പറയണമെങ്കിലും ഞാനുണ്ട്.
സാക്ഷ്യം പറയാൻ നീ എന്നെ കാണുന്നുണ്ടോ? ഐ എം റെഡി, ഞാൻ റെഡിയാണ്. കർത്താവേ, എനിക്ക് ഒരു ശുശ്രൂഷ നീ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഞാൻ റെഡിയാണ്, വാങ്ങാം, ഞാൻ വാങ്ങിച്ചുകൊള്ളാം, ഞാൻ ഏറ്റുകൊള്ളാം, ഞാൻ ചെയ്തുകൊള്ളാം. തന്നില്ല എന്ന് പറഞ്ഞ ഉള്ളിൽ ഒരു സങ്കടം വന്നാൽ തന്നെ അത് ആത്മാവിനെതിരാണ്, അവിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നും, ചെറിയ കാര്യങ്ങളല്ല. ആത്മാവിനോട് ചേർന്ന് പോകണം, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പോകണം. ജീവനെന്ന നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. വളരെ ഗൗരവമേറിയ കാര്യം. സർദീസിലെ സഭ അതൊരു നവീകൃത സഭയാണ്. ആ സർദീസിലെ സഭയുടെ കാലഘട്ടം മാർട്ടിൻ ലൂതറിൻ്റെ കാലഘട്ടമാണ്. മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ മനസ്സിലാകും, അന്നത്തെ കത്തോലിക്ക സഭയിലെ ഒരു വലിയ അപകടം പിടിച്ച ഒരു ചിന്താഗതിയായിരുന്നു പാപമോചന ചീട്ട്. ഓരോ പാവവും മോഹിക്കാൻ ചീട്ട് വേണം, ചീട്ട് വാങ്ങിക്കണം. മദ്യപാനം ചെയ്താൽ അതിന് ഇത്ര രൂപയുടെ ചീട്ട്, പാവം മോഹിച്ചോളും. അഴുക്കായി ജീവിതം തുടർന്നാൽ അതിന് ഇത്ര രൂപയുടെ ചീട്ട്. പൈസ കൊടുത്ത് പാവവചനം വാങ്ങുക. വേദവചനത്തിന് വിരുദ്ധമാണത്. സഭയാണ് പറഞ്ഞതെങ്കിൽ വിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. അന്ന് മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയിലുള്ളതായ അനേകം അനീതികളും അഴിമതികളും അന്നത്തെ പൂർവിക സഭ, ആ സഭയിലുണ്ടായിരുന്ന അന്നത്തെ വചനവിരുദ്ധമായ പരിപാടികളും എല്ലാം ഒന്നൊന്നായി എഴുതി 95 കാര്യങ്ങൾ എഴുതി. എന്നിട്ട് ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ അത് പ്രദർശിപ്പിച്ചു. മാർട്ടിൻ ലൂതറിനെ കത്തോലിക്ക സഭ വേട്ടയാടി. അദ്ദേഹത്തെ പിടിച്ച് കൊല്ലാൻ നോക്കി. അദ്ദേഹം നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. മാർട്ടിൻ ലൂതറാണ് നവീകരണ പ്രസ്ഥാനം തുടങ്ങിയത്. നവീകരണ പ്രസ്ഥാനം അതുവരെ നിലവിലിരുന്നതായ ചില വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്ത് അത് അന്നത്തെ സഭയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിലവിലുണ്ടായിരുന്ന ചില ചടങ്ങുകളും ആചാരങ്ങളും എല്ലാം ചോദ്യം ചെയ്തു. അത് ചോദ്യം ചെയ്തപ്പോഴേക്കും സഭാവിരുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. മാർട്ടിൻ ലൂതറിനെ സഭയിൽ നിന്ന് മുടക്കി. മാർട്ടിൻ ലൂതർ മരണഭീതിയോടെ ഓടിപ്പോകേണ്ടി വന്നു. ഒരവസരത്തിൽ മാർട്ടിൻ ലൂതറിൻ്റെ മനസ്സ് മടുത്തു, ക്ഷീണിതനായി, വളരെ അവശനായി. ഞാൻ നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ, ആരും അംഗീകരിക്കുന്നില്ലല്ലോ, മനസ്സ് മടുത്തു. അദ്ദേഹം മ്ലാനവതനായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ്ട് ചൈതന്യം കെട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിൻ്റെ അടുത്തേക്ക് വന്നു. അത് അത്ഭുതത്തോടെ ചോദിച്ചു, ആരാ മരിച്ചത്? കാരണം ആ സ്ത്രീ ധരിച്ചിരുന്നത് മുഴുവൻ കറുത്ത ഗൗണാണ്, കറുത്ത വസ്ത്രം. അപ്പോൾ അവിടെ കറുത്ത വസ്ത്രം ധരിച്ചാൽ ഏറ്റവും സ്വന്തപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാ മരിച്ചതെന്ന് ചോദിച്ചു. ആരാ വേണ്ടപ്പെട്ട ആരാ മരിച്ചത്? അവൾ കരയാൻ തുടങ്ങി. പറയൂ, ആരാ മരിച്ചത്? യേശുക്രിസ്തു മരിച്ചുപോയി. നീ എന്തീ പറയുന്നത്? നീ അബദ്ധം പറയുന്നത്? അല്ല, യേശുക്രിസ്തു ജീവനോടുണ്ടായിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിന് നല്ല ഉണർവായിരുന്നു. യേശുക്രിസ്തു മരിച്ചതുകൊണ്ടായിരിക്കും എൻ്റെ ഭർത്താവിൻ്റെ വീര്യം നഷ്ടപ്പെട്ടത്. അവൾ പറഞ്ഞപ്പോഴേക്കും ചാടി എഴുന്നേറ്റു. നോ, എൻ്റെ യേശു മരിച്ചിട്ടില്ല, യേശുക്രിസ്തു ജീവിക്കുന്നു, ഞാൻ തളരുകയില്ല. ആ സ്ത്രീയുടെ സമയോചിതമായ പ്രവർത്തനം മൂലം മാർട്ടിൻ ലൂതർ ഉണർന്നു. മാർട്ടിൻ ലൂതർ പിന്നെ ശക്തിയോടെ വീണ്ടും ആഞ്ഞടിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഏതെങ്കിലും സഭയെ എതിർക്കാനൊന്നുമല്ല പറയുന്നത്. സഭകളിൽ ഇന്ന് അനീതികൾ നടമാടുന്നു, അഴിമതികൾ നടമാടുന്നു. എന്തിനു വേണ്ടിയാണ് സഭ? നിങ്ങൾ ചിന്തിക്കാൻ ശക്തിയുള്ളവരല്ലേ? എന്തിനു വേണ്ടിയാണ് സഭ? കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ അവസാനമായി പറഞ്ഞിട്ട് പോയത് എന്താണ്? നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്നാണ്. ശ്രദ്ധിക്കണേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ദൗ ഷാൽ ബി മൈ വിറ്റ്നസസ്. നിങ്ങളെൻ്റെ സാക്ഷികളാകും, എൻ്റെ സാക്ഷികളാകണം, എൻ്റെ സാക്ഷികളാകും. ഇത് യേശു പറഞ്ഞിട്ട് പോയി. യേശുക്രിസ്തുവിന് സാക്ഷികളാകുക എന്നുള്ളതാണ് സഭയുടെ കർത്തവ്യം. സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രചരിപ്പിക്കുക. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്താണ് ഇന്ന് നടക്കുന്നത്? ഇന്ന് നിങ്ങൾ ചിന്തിക്കൂ, ബുദ്ധിയോടെ ചിന്തിക്കൂ, ആലോചിക്കൂ. ഞാൻ ഒരു കാരണവശാലും ഏതെങ്കിലും സഭയോദ്ദേശമല്ല പറയുന്നത്. ഇന്ന് പൊതുവേ സഭകളെല്ലാം വെറും ചടങ്ങുകളിലേക്ക് മാറിപ്പോയി. മനുഷ്യരിൽ നിന്ന് പൈസ സമാഹരിക്കുന്ന ഒരു സംഘടനയായിപ്പോയി ഈ സഭ. മനുഷ്യർ അങ്ങോട്ട് കൊടുക്കുകയല്ല, മനുഷ്യരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണ് സഭ ചെയ്യുന്നത്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞോണം കവർ പിരിവുകൾ നടക്കുന്നു. സഭയുടെ കാര്യങ്ങൾ നടത്താൻ രൂപ ആവശ്യമാണ്.
പക്ഷെ ഒന്നെനിക്ക് നല്ലപോലെ അറിയാം, വാസ്തവമായി ക്രിസ്തുവിനെ സാക്ഷിക്കുന്നൊരു സഭയ്ക്ക് പൈസയ്ക്ക് ഞെരുക്കം വരികയില്ല. വാസ്തവമായി ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു സഭയ്ക്കോ സമൂഹത്തിനോ ഫെലോഷിപ്പിനോ പൈസയ്ക്ക് ഞെരുക്കം വരികയില്ല. ആരോടും കൈ നീട്ടേണ്ടി വരികയില്ല, ആരോടും ചോദിക്കേണ്ടി വരികയില്ല. കാരണം സ്വർഗത്തിലെ ദൈവം കരുതിക്കൊള്ളും, ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, സഭകൾ, ഓരോ സഭയും, സഭയുടെ നേതാക്കന്മാർ, സഭയുടെ ദൂതന്മാർ, സഭയെ നടത്തുന്നവർ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഫെലോഷിപ്പ് നടത്തുന്നവർ ചിന്തിക്കേണ്ടതാണ്, എൻ്റെ ലക്ഷ്യം മാറിപ്പോയോ? ക്രിസ്തുവിൻ്റെ സാക്ഷിയാകേണ്ടതിന് പകരം എൻ്റെ ലക്ഷ്യത്തിൽ വ്യതിചലനം വന്നു പോയിട്ടുണ്ടോ? എൻ്റെ ജീവിതം കണ്ടാൽ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുമോ? ഇതാണ് യേശുവിൻ്റെ സ്വഭാവം എന്ന് മറ്റുള്ളവർ കാണുമോ? എൻ്റെ ജീവിതം കണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഇതാണ്. ക്രിസ്തുവിൻ്റെ സൗമ്യത, ക്രിസ്തുവിൻ്റെ ശാന്തത, ക്രിസ്തുവിൻ്റെ ലാളിത്യം, സിംപ്ലിസിറ്റി, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതാമനോഭാവം, ക്രിസ്തുവിൻ്റെ ദീർഘക്ഷമ, ഇതൊക്കെ എന്നിൽ നിന്ന് വരുന്നുണ്ടോ? നാം ചിന്തിച്ച് നോക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യയോട് വഴക്ക് കൂടും, ഭർത്താവിനോട് വഴക്ക് കൂടും, പരിഭവിക്കും, വഴക്കടിച്ച് പല ദിവസങ്ങൾ മിണ്ടാതിരിക്കും. ഇതൊന്നും പാവമാണെന്ന് ആരും കരുതുന്നില്ല. നിസ്സാര കാര്യങ്ങളായിരിക്കും. ചിന്തിച്ച് നോക്കിയാൽ ഒരു കാര്യവുമില്ലായിരിക്കും. ജീവിതത്തിൽ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പൈശാചികൻ്റെ കൂട്ടുകൂടി പോവുകയാണ് അനേകർ. സഭയുടെ നേതൃത്വം പോലും വഴിപഴിച്ചു പോവുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഏതെങ്കിലും സഭയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ സഭയായി നിൽക്കേണ്ടതായ ക്രൈസ്തവ സഭകൾ ഏതെല്ലാം ആണെങ്കിലും ഓരോ സമുദായങ്ങളും ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടവരാണ്. ഇന്ന് നമ്മുടെ പള്ളികളിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ വചനം പറയുന്നുണ്ടോ? വചനമില്ല. പ്രസംഗങ്ങളുണ്ട്, വചനം പറയുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടും ജാഗരണത്തോടും കൂടി ഇരുന്ന് സ്വർഗത്തിൽ നിന്ന്, സ്വർഗീയ കാര്യാലോചന സഭയിൽ നിന്ന് വചനം ചോദിച്ച് വാങ്ങി ജനത്തിന് കൊടുക്കാൻ ഇന്ന് എത്ര പേരുണ്ടെന്ന്. മുകളിൽ നിന്ന് വചനം ചോദിച്ച് വാങ്ങി കിട്ടുന്നു, യാചിച്ച് വാങ്ങി കിട്ടുന്നു. 5 അപ്പവും 2 മീനും വാഴ്ത്തിയ കരം കൊണ്ട് വചനം വാഴ്ത്തി അത് കിട്ടിയ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ ശിഷ്യന്മാരുണ്ടോ ഇന്ന്? ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തു, ശിഷ്യന്മാരെ ഓടി നടന്ന് വിളമ്പി. ഇന്ന് ശിഷ്യന്മാരുണ്ടോ? കർത്താവ് ശിഷ്യന്മാരില്ല. ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ ഡിസൈപ്പിൾസ് ഇല്ല, ശിഷ്യന്മാരില്ല. നാം ഓരോരുത്തരും ശിഷ്യന്മാരാകേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ? നിങ്ങൾ ചിന്തിക്കുമോ? ഒന്ന് ചിന്തിക്കൂ, ഗൗരവമായിട്ട് ചിന്തിക്കൂ. മറ്റെല്ലാം നിങ്ങൾ മറക്കൂ. പ്രിയപ്പെട്ടവരെ, എല്ലാം മറക്കൂ. നമുക്ക് ഈ അന്ത്യകാലത്ത്, ഇത്ര കാലം ഉണ്ടെന്ന് ആർക്കറിയാം, ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിന് വേണ്ടി ഒന്ന് ഓടാൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി നമുക്കൊന്ന് എരിഞ്ഞടങ്ങാം. ഈ ജീവിതം അങ്ങ് എരിഞ്ഞ് തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാർദ്ധക്യത്തിലായി, ശരി. പക്ഷേ ഞാൻ നിങ്ങളുടെ തുറന്നു പറയുകയാണ്, ഞാൻ മാനസത്തിനോട് കാലം മുതൽ ഈ തീ എൻ്റെ ഉള്ളിൽ കത്തുകയായിരുന്നു. തീ ഉള്ളത്തിൽ കത്തുകയായിരുന്നു. അന്ന് ഇവിടെ പെരുദോശ നടത്താനായിട്ട് അച്ഛനും കപ്പിയാരും വരും, എല്ലാ വർഷമുണ്ട്. പെരുദോശ നടത്താൻ വരുമ്പോൾ ഞാനും ഭയഭക്തിയോടെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ആ വെള്ളം തളിക്കുമ്പോൾ, ഓരോ മുറിയിൽ നിന്ന് വെള്ളം തളിക്കുമ്പോൾ അതിലൊരു തുള്ളിയെങ്കിലും ദേഹത്ത് വീഴാൻ ഞാനും ആഗ്രഹിച്ച് നിന്നിട്ടുണ്ട്. ഞാൻ മാനസാന്തരോട് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ അച്ഛൻ വന്ന് ഏവങ്കര്യം വായിക്കുന്നുണ്ടല്ലോ, സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ചാണല്ലോ വായിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇതാർക്കും അറിയാൻ പാടില്ല, സക്കായി ആരാണ്, സക്കായിയുടെ മാനസാന്തരം എന്താണ്, അതിനെക്കുറിച്ച് അച്ഛനൊന്ന് പ്രസംഗിച്ചെങ്കിൽ. ആ ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരം പരദിവസം നടത്തുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് അച്ഛൻ അതിനു വേണ്ടി എടുത്താൽ നഷ്ടമില്ലായിരുന്നല്ലോ. ഇന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ബന്ധപ്പെട്ട് ഒരു വീട് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോകുന്ന അച്ഛന് ഇതൊന്നും പറയാൻ നേരമില്ല. ചിന്തകൾ മാറിപ്പോകുന്നു, അച്ഛൻ്റെ പ്രവർത്തന പദ്ധതി മാറിപ്പോകുന്നു. ഇന്നൊരു ചടങ്ങായിട്ടും ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ട് മാറിപ്പോവുകയാണ്, പ്രൊഫഷനായിട്ട് മാറിപ്പോവുകയാണ്. ആത്മീയ ജീവിതം പ്രൊഫഷനാകാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമോ? ആത്മീയ ജീവിതം ഒരു ഉദ്യോഗമാകാൻ പാടില്ല. ആത്മീയ ജീവിതം ഉദ്യോഗമല്ല, അതൊരു കടമയാണ്. ദൈവത്തിന് സ്തോത്രം. അതൊരു ബാധ്യതയാണ്. ആത്മീയ ജീവിതം അതൊരു കടമയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ കർത്താവിനനുസരിച്ച് ചെല്ലുമ്പോൾ ഞാൻ എന്ത് പറയും? ആ ഒരു ബോധം നിങ്ങൾക്ക് വരണം. എൻ്റെ കർത്താവേ, നിൻ്റെ വേല ഞാൻ ചെയ്യണം. ഇന്ന് അനേകർ നിർജ്ജീവമായി പോയിരിക്കുന്നതിന് കാരണം നിങ്ങൾ കർത്താവ് പറഞ്ഞ വചനം അനുസരിക്കാൻ മനസ്സിലായി എന്നുള്ളതാണ്. അനേകർ നിർജ്ജീവരായിട്ടിരിക്കുകയാണ്. അന്നൊക്കെ ആ ചെറുപ്രായത്തിൽ പോലും എനിക്ക് വലിയ ഉത്സാഹമായിരുന്നു. ആ യൗവനത്തിൻ്റെ പ്രസരിപ്പുള്ള കാലത്തും ഞാൻ അത്യുത്സാഹത്തോടെ ഓടിയിട്ടുണ്ട്. അത്യുത്സാഹത്തോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടിയിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയോ ബസ് സ്റ്റേഷനിലാണ് ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളത്. ഇത് എൻ്റെ ബാഗ് തലയ്ക്ക് വെച്ചുകൊണ്ട്
ഞാൻ പത്രം വിരിച്ച് കിടന്ന് ബസ് സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ബസ്സിന് ഇവിടെ വീട്ടിലെത്തും. ദൈവത്തിന് സ്തോത്രം. ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ ഞാൻ ഓടിയിട്ടുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. അന്ന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, യേശുവിൻ്റെ വചനം വ്യാപിക്കണമെന്ന് മാത്രം, യേശുവിൻ്റെ വചനം ജനം കേൾക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആവേശം കൊള്ളും. കർത്താവേ, ഇന്ന് കൈകൾക്ക് ബലമില്ല, കാലുകൾക്ക് ബലമില്ല, ഇന്ന് ഓടുവാൻ ശക്തിയില്ല, ഇന്ന് വേണ്ടത്ര ഓർമ്മകൾ കിട്ടുന്നില്ല. ശരി, എന്നാലും കർത്താവേ, ഈ വാർദ്ധക്യ കാലത്തും എൻ്റെ കർത്താവേ നിൻ്റെ വേല ചെയ്യാൻ ഞാൻ കൊതിക്കുന്നു. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. സഭാപ്രസംഗം പറയുകയാണ്. വൈകുന്നേരമായി ശരി, കൈ ഇളച്ചിരിക്കാൻ പാടില്ല, ഓടി നടന്ന് വിതച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ തീരുമാനിക്കൂ. നിങ്ങൾ വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, വേറെ ആർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. ക്രിസ്തുവിനുള്ള കടപ്പാടിൻ്റെ പേരിൽ യേശുക്രിസ്തു എനിക്ക് വചനം തന്നിരിക്കുന്നു, യേശുക്രിസ്തു എന്നെ തന്നെ ശിഷ്യനാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ യേശുവിന് വേണ്ടി ഓടും, യേശുവിന് വേണ്ടി ഞാൻ സംസാരിക്കും, യേശുവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, യേശുവിൻ്റെ പ്രതിനിധിയായി ഞാൻ ഈ ഭൂമിയിൽ നിൽക്കും, യേശുവിൻ്റെ ഒരു അംബാസഡറായി ഞാൻ ഈ ഭൂമിയിൽ നിൽക്കും, യേശുവിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കും, യേശുവിന് വേണ്ടി ഞാൻ സംസാരിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. യേശു 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 മാത്രം. ദൈവത്തിന് സ്തോത്രം. സതീശ സഭയ്ക്ക് ഒത്തം പറ്റിപ്പോയി. ജീവനെന്ന് പേരുണ്ട്, സഭയാണ് ജീവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ എങ്കിലും നീ മരിച്ചവനാകുന്നു. എന്നോട് വായിക്കാം. സർദ്ദിസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിൻ്റെ ഏഴാത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. സ്തോത്രം. ഇത് വളരെ ഗൗരവമാണ്. നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ദൈവം അറിയാതെ ഒന്നുമില്ല, ദൈവം അറിയാതെ യാതൊന്നുമില്ല. എല്ലാം കർത്താവ് കാണുന്നു, എല്ലാം അറിയുന്നു. ഹൃദയ രഹസ്യങ്ങൾ കർത്താവ് അറിയുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ വിചാരിക്കുന്നു നിനക്ക് മാത്രമേ അറിയാവൂ എന്നല്ല, ഞാൻ അറിയുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, രഹസ്യങ്ങൾ ഞാൻ അറിയുന്നു, ഉൾപ്പൂവുകളെ ഞാൻ ശോധന ചെയ്യുന്നു, ഇന്ദ്രിയങ്ങളെ ഞാൻ ശോധന ചെയ്യുന്നു. ഞാൻ നിന്നെ തൂക്കി നോക്കുന്നു. ഞാൻ നിന്റെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവരെ കണ്ടിരിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവം നമ്മെ തൂക്കി നോക്കുമ്പോൾ നമ്മെ എങ്ങനെ കാണും? നമ്മെ കുറവുള്ളവരായി കാണുമോ? ഒന്ന് ചിന്തിക്കൂ. ഇന്നും ഇഷ്ടക്കുറവും മുഷിച്ചിലും വൈരാഗ്യവും വിദ്വേഷവും പകയും പിണക്കവും അഭിപ്രായ വ്യത്യാസവും ശണ്ഠയും ദ്രവ്യാഗ്രഹവും ഭിന്നതയും എല്ലാമായിട്ടല്ലേ ഇന്ന് പലരും കഴിയുന്നത്. വചനം കേൾക്കാൻ വരുന്നുണ്ട്, കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്സാഹം വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ കാരണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ഊതുന്നു, ആ കാറ്റ് ഊതുമ്പോൾ ഒരു കുളിർമ കിട്ടും, ശരിയാണ്. പക്ഷേ ഇത് കഴിഞ്ഞങ്ങ് പോകുമ്പോഴേക്ക് എല്ലാം തീർന്നു പോകുന്നു. പാടില്ല. നിങ്ങൾക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് നിങ്ങളത് ഊതി പെരുപ്പിക്കണം. നിങ്ങൾ ആ തീയിലേക്ക് ഊതി കൂടുതൽ വിറകിട്ട് കൊടുത്ത് അത് കത്തുപിടിപ്പിക്കണം. കൂടുതൽ സമർപ്പണത്തിലേക്ക് നീങ്ങണം. ശരി, കത്തിച്ച് കിട്ടി. ഇനി അതിലേക്ക് പുതിയ വിറകുകൾ, ചുള്ളി വിറകുകൾ അതിലേക്ക് ഇടണം. പിന്നീട് കുറച്ചുകൂടി വലിയ വിറകുകൾ ഇടണം. എന്നിട്ട് അത് സമർപ്പണങ്ങൾ പിന്നെയും സമർപ്പണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ തീ ആളി പടർന്നുകൊണ്ടിരിക്കണം. എവിടം വരെ? മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം. സ്തോത്രം. ഇതൊരു നിസ്സാര കാര്യമല്ല ഈ പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ അങ്ങനെ ക്രിസ്തുവിനോടുള്ളതായ സ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിൽക്കുക, ക്രിസ്തുവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവിടെ നിൽക്കുക, ക്രിസ്തുവിൻ്റെ അംബാസഡറായിട്ട് ഈ ഭൂമിയിൽ നിൽക്കുക, ക്രിസ്തുവിൻ്റെ ശിഷ്യനായി നിൽക്കുക, ക്രിസ്തുവിൻ്റെ അനുയായിയായി നിൽക്കുക. ആർക്കും സാധിക്കും. പ്രിയപ്പെട്ടവർ, നിങ്ങളതിന് വിദ്യാഭ്യാസം വേണമെന്ന് ചിന്തിക്കേണ്ട. വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ അതൊന്നും വിഷയമല്ല. പാവപ്പെട്ട മുക്കുത്തൊഴിലാളികളെ കൊണ്ടല്ലേ കർത്താവ് സുവിശേഷ വേല തുടർന്ന് നടത്തിച്ചത്, അല്ലേ? അങ്ങനെയല്ലേ? പാവപ്പെട്ട സുവിശേഷന്മാർ അവർ മുക്കുത്തൊഴിലാളികളായിരുന്നു. ഇന്നും അതേ ക്രിസ്തു മനുഷ്യൻ്റെ പാണ്ഡിത്യമൊന്നും നോക്കുന്നില്ല. കർത്താവിന് മനുഷ്യൻ്റെ പാണ്ഡിത്യം വേണ്ട, മനുഷ്യൻ്റെ ശാസ്ത്രജ്ഞാനം വേണ്ട, അവന് വിവിധ ഭാഷകൾ അറിയാമോ എന്ന് കർത്താവ് നോക്കുന്നില്ല. കർത്താവ് ഒന്ന് മാത്രം നോക്കുന്നു, അവന് യേശുവിനോട് സ്നേഹമുണ്ടോ എന്ന് മാത്രം നോക്കുന്നു. ഒരു സ്നേഹം, ക്രിസ്തുവിനുള്ളതായൊരു സ്നേഹം. ആ യേശുവിനുള്ളതായ സ്നേഹം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരും. നിങ്ങൾ പറയും, എൻ്റെ വീട്ടിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എൻ്റെ ഭാര്യ വേണ്ടതുപോലെയൊന്നും ചുമതലാബോധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വാസ്തവമായിട്ട് ജോലി കാര്യങ്ങൾ നോക്കുന്നില്ല, ശ്രദ്ധയില്ല, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല. ഇങ്ങനെ നിങ്ങൾക്ക് പരാതികളിൽ പലതും കാണുമായിരിക്കും. പക്ഷേ നിങ്ങൾ കേൾക്കൂ, ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ ഒറ്റയ്ക്കൊരാൾ, സ്തോത്രം, ഒറ്റയ്ക്കൊരാൾ ഒരു വിശുദ്ധനായി നിങ്ങളുടെ വീട്ടിൽ നിന്നാൽ, മകളെ നീ ഒരാൾ ഒരു ശുദ്ധിമതിയായി നിൻ്റെ വീട്ടിൽ നിന്നാൽ, കറ തീർന്ന് നിന്നാൽ,
നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നീ അത്ഭുതത്തോടെ കാണും, അതിശയത്തോടെ കാണും. ഈ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. സ്തോത്രം. അനേകർ രക്ഷയിലേക്ക് വരും, അനേകർ സമാധാനം അനുഭവിക്കും. ഒറ്റയ്ക്കൊരാൾ നിൽക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരാൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട. ഭാര്യ നിൽക്കുന്നോ നോക്കണ്ട, ഭർത്താവ് നിൽക്കുന്നോ അത് നോക്കണ്ട. ആരെല്ലാം നിന്നാലും വീണാലും പോയാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നീ ഞാൻ മാറുകയില്ല. ആ നിന്ന് ഞാൻ വഹിക്കും, ആ ലജ്ജ ഞാൻ വഹിക്കും, അപമാനം ഞാൻ വഹിക്കും, ആക്ഷേപം ഞാൻ സഹിക്കും. എൻ്റെ യേശുവിന് വേണ്ടി അപമാനം സഹിക്കുന്നത് എനിക്ക് ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഉറപ്പേറിയ നിർണ്ണയം നിങ്ങൾക്ക് വരുമ്പോൾ അപ്പോൾ നിങ്ങളിലേക്ക് ജീവൻ കടന്നു വരും. എൻ്റെ പ്രവൃത്തി അറിയുന്നു, പ്രവൃത്തി അറിയുന്ന ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ വ്യക്തമായി തീരുമാനമെടുക്കണം. ഇനി ഞാൻ മരിച്ചവനായി ഇനി മുന്നോട്ടില്ല. ഞാൻ ഇനി ആത്മാവിൽ മരിച്ചവനായി ഇനി ഒരു സെക്കൻഡ് മുന്നോട്ട് നീങ്ങില്ല. ആത്മാവിൽ മരിച്ചു പാടില്ല. ആത്മാവ് മരിച്ചതിന് ശേഷം 930 വർഷം ആദാം ജീവിച്ചിരുന്നു. ശരീരം ജീവിച്ചിരിക്കും, പക്ഷേ ആത്മാവ് മരിച്ചിരിക്കും. ഒന്ന് നിങ്ങൾ ചിന്തിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആത്മാവ് മരിച്ചിരിക്കുന്നോ അതോ ജീവിച്ചിരിക്കുന്നോ? വെറുതെ ചിന്തിച്ചു പോയാൽ പോരാ. നിങ്ങൾ ആഗ്രഹിക്കണം, എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് ജീവൻ പകരണമേ. കർത്താവേ, എൻ്റെ പാവത്തിന് ശമ്പളമാണ് മരണം. ഞാൻ ആത്മാവിൽ മരിക്കാൻ കാരണം എൻ്റെ പാവമാണ്, എൻ്റെ ലോകസ്നേഹമാണ്. ആത്മാവിൽ മരിക്കാൻ കാരണം എൻ്റെ പാവമാണ്, പാവപ്രകൃതിയാണ്. എനിക്കത് മനസ്സിലായി കർത്താവേ. ഞാനതിനോടുള്ള യാത്ര പറയുന്നു. ഇനിയില്ല കർത്താവേ, ഇതുവരെ ജീവിച്ചതുപോലെ ഒരു സെക്കൻഡ് മുന്നോട്ടില്ല. ഉറപ്പാണ് കർത്താവേ, ഇന്ന് നിൻ്റെ ജീവൻ എൻ്റെ മേൽ പകരണം. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്ക് അത്ഭുതകരമായ അനുഭവം കിട്ടും. ആത്മാവ് നിങ്ങളുടെ മേൽ പറന്നിറങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ തീയായി ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ സ്തുതി തരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം തരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരും. നിങ്ങളുടെ വീട് സ്വർഗമായി മാറും. ദൈവത്തിന് സ്തോത്രം. ഒരു കൊച്ചു കൊച്ചു സ്വർഗ്ഗങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിറയും. നിങ്ങളുടെ കൊള്ളരുതാത്ത ശീലങ്ങളെല്ലാം മാറും. നിങ്ങളുടെ അശുദ്ധമായ വികാരങ്ങൾ മാറിപ്പോകും. ജഡീയ ഇച്ഛകൾ മാറിപ്പോകും. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന് തീ വന്ന് സ്പർശിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവവേദന നിൻ്റെ ജീവിതത്തിലെ തിന്മകളെല്ലാം മാറും. അവിശ്വാസമെല്ലാം കത്തിപ്പോകും. ഒരവിശ്വാസം ബാക്കിയുണ്ടായിരിക്കുകയില്ല. കർത്താവേ, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, വേറെ ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് എൻ്റെ യേശുവിൻ്റെ സ്നേഹം മതി. യേശുവേ, നിൻ്റെ ജീവനിലേക്ക് പകർന്ന് നിൻ്റെ സ്നേഹം എനിക്ക് തരണമേ. സ്നേഹത്താൽ എൻ്റെ ഉള്ളത്തെ കുളിർപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ എൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹം പകർന്നു വരണമേ. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ തലമേലൊന്ന് ഇറങ്ങണമേ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ തലമേൽ വരും. ഇത് നിങ്ങൾ വെറുതെ കേട്ടുപോവുകയല്ല, വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ ഇനിമേൽ പാപത്തിലില്ല, പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല തീരുമാനത്തോടുകൂടി, ഈ ലോകം മായയാണെന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ കർത്താവെ നിലനിൽക്കുന്ന സ്വർഗ്ഗരാജ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, യേശുവേ, എൻ്റെ ജീവിതം ഇന്ന് ഞാനിതാ നിനക്ക് കൈമാറുന്നു. ഇതുവരെയും പിശാച് പന്താടിയ ജീവിതമാണ്, എന്നാൽ ഈ ജീവിതം ഇപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. നാഥാ, ഇന്ന് നിൻ്റെ ആണിപ്പാടുകൾ എൻ്റെ തലമേലൊന്ന് വെക്കണമേ കർത്താവേ. ഇപ്പോൾ തന്നെ എൻ്റെ തലമേൽ നിൻ്റെ കരം വെച്ച് എന്നെ ജീവിപ്പിക്കണമേ, ജീവൻ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് പകരണമേ. പരിശുദ്ധാത്മാവിൻ തീ എന്നിലൂടെ പായണമേ. എൻ്റെ ആളത്തിൽ പരിശുദ്ധാത്മാവ് പ്രവേശിക്കണമേ. യേശുവേ, നിൻ്റെ ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ ജീവനുള്ളനാക്കി തീർത്ത് എന്നെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഇനിയും പാപത്തിൽ മരിക്കുന്ന അവസ്ഥ വരാതെ വണ്ണം എൻ്റെ കർത്താവേ, നീ എന്നെ കോട്ട കെട്ടി കാവൽ ചെയ്യണമേ. തിരക്തത്താലിൻ്റെ വലയം ചെയ്യണമേ. തിരക്തത്താലിൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പകരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിച്ച് നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റട്ടെ. തീ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് കാവൽ ചെയ്യണമേ. എല്ലാവരെയും നിൻ്റെ നന്മകളാൽ നിറയ്ക്കണമേ. രാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന അത്ഭുതകരമായ അനുഭവം പ്രാപിച്ചുകൊണ്ട് ഈ മക്കൾ ഓരോരുത്തരും നിന്നിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചു പോകാൻ ഇടയാക്കണമേ. കർത്താവേ, ഇതിന് രണ്ടാമത്തവരിന് വേണ്ടി ഈ മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.